സോ നെക്സ്റ്റ് പ്രീപെയ്ഡ് സിസ്റ്റം ആണ്. അപ്പം നമ്മൾ പോസ്റ്റ് പെയ്ഡ്, ഇൻസ്റ്റൻറ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് ഇങ്ങനെ 3 തരത്തിലാണ് ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം നോക്കിയത്. അതിൽ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഏറ്റവും ലാസ്റ്റ്. ഇ ക്യാഷ്, ഡിജി ക്യാഷ്, നെറ്റ് ക്യാഷ്, സ്മാർട്ട് കാർഡ് ഇതെല്ലാം വരുന്നത് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലാണ്. സോ എന്താ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പോസ്റ്റ് പെയ്ഡിൽ എന്ത് പറഞ്ഞു, നമ്മൾ ഒരു സർവീസ് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ള രീതി. ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസ് ചെയ്ത് പർച്ചേസും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു മന്ത്ലി ബില്ല് ഇറങ്ങുന്നു, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. എക്സ്ട്രാ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഓവർഡ്രോ ചെയ്തിട്ട് നമുക്കത് സെറ്റിൽ ചെയ്താൽ മതി പിന്നീട് നമ്മുടെ ആവശ്യത്തിന് ശേഷം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മൾ വാങ്ങിക്കുന്നു, അപ്പം തന്നെ കാശ് കൊടുക്കണു, നമ്മുടെ കയ്യിലുള്ള കാശ്, അതാണ് ഇൻസ്റ്റൻറ്റ്. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കാശൊക്കെ സെറ്റാക്കി കൊണ്ടു നടക്കുകയാണ്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വരുന്നു. ഇപ്പം നമ്മൾ പ്രീപെയ്ഡ് പ്ലാൻ പോലെ നമ്മൾ ഒരു മാസത്തേക്ക് ഇത്ര SMS-ന് ഇത്ര ഡേറ്റ യൂസേജിന് ഇത്ര കോളിന് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ വെക്കും. ആ പ്ലാൻ എക്സ്പയർ ചെയ്യുന്നവരെ നമുക്കത് ഉപയോഗിക്കാം. ആ രീതിയിൽ തന്നെയാണ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. അത്തരം ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നമ്മൾ ഫുൾ ടൈം സെറ്റ് ചെയ്ത് കൊണ്ടുവരും, അതിലുള്ള ബാലൻസ് തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അതിനെയാണ് പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ പ്രീപെയ്ഡ് സിസ്റ്റത്തിൽ ഇ ക്യാഷ്, ഡിജി ക്യാഷ്, നെറ്റ് ക്യാഷ്, സ്മാർട്ട് കാർഡൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട്. ഇനി ഇതിൽ ആദ്യത്തേതാണ് ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഇ ക്യാഷ്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി എ മീൻസ് ഓഫ് ട്രാൻസ്ഫറിങ് മണി ബിറ്റ്വീൻ പാർട്ടീസ് ഓൺ എ നെറ്റ്വർക്ക് സച്ച് ആസ് ഇൻ്റർനെറ്റ്. ഇപ്പം അതിന് കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ക്യാഷിന്. അതിന് മുമ്പ് നമുക്കൊരു ഇ ക്യാഷിൻ്റെ വർക്കിംഗ് നോക്കാം, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റ് ഫേസിൽ ഈ ക്യാഷ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഇലക്ട്രോണിക് ക്യാഷ്, നമ്മളുടെ സാധാരണ ഫിസിക്കൽ ക്യാഷിന് പകരമുള്ള ഇലക്ട്രോണിക് ക്യാഷിനാണ് നമ്മൾ ഇ ക്യാഷ് എന്ന് പറയാം. സോ നമ്മൾ ആദ്യം അത് ഒബ്റ്റെയിൻ ചെയ്യണം, അതാണ് ഫസ്റ്റ് ഫേസ്. അപ്പം നമ്മൾ കൺസ്യൂമർ ബാങ്കിന്, ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ് ടു ട്രാൻസ്ഫർ മണി ടു ഇ മിൻറ്റ് ടു ഒബ്റ്റെയിൻ ഇ ക്യാഷ്. ഇ ക്യാഷിനെ സൂക്ഷിക്കുന്ന വാലറ്റിനെ ഇ മിൻറ്റ് എന്നാണ് പറയുക. നമ്മളൊരു പേഴ്സിൽ കാശ്, ഒരു ഫിസിക്കൽ ക്യാഷ് പേഴ്സിൽ വെക്കുന്നതിന് തുല്യമാണ് ഇലക്ട്രോണിക് ക്യാഷ് ഇലക്ട്രോണിക് വാലറ്റ് അല്ലെങ്കിൽ ഇ മിൻറ്റിൽ. അപ്പോൾ നമ്മൾ കാശ് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിച്ച് നമ്മുടെ ATM കാർഡൊക്കെ വഴി എടുത്ത് നമ്മുടെ പേഴ്സിൽ വെക്കുന്ന പോലെ നമ്മൾ ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ് നമുക്ക് കുറച്ച് ഇ മിൻറ്റിലേക്ക് കുറച്ച് ഇലക്ട്രോണിക് ക്യാഷ് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും ഫ്രം ദ കൺസ്യൂമേഴ്സ് അക്കൗണ്ട്. നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളൊരു 10,000 രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഡിജിറ്റൽ ക്യാഷ് ഈ മിൻറ്റ് നമ്മുടെ ഈ ബാങ്ക് നമ്മുടെ ഇ മിൻറ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ പേഴ്സിൽ കാശ് കൊണ്ട് നടക്കണ പോലെ അത് നമുക്ക് ഈ വാലറ്റായിട്ട് വെക്കാം. ഇനി രണ്ടാമത്തെ ഫേസിൽ നമ്മൾ പേഴ്സിൽ കാശ് കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോണിക് വാലറ്റ് ഉണ്ട്, അതൊരു കാർഡിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ രൂപത്തിലോ ഒക്കെ ഈ അക്കൗണ്ടിൽ ഉണ്ട് കാശ്. ഇനി നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ലിറ്ററലി പേഴ്സിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്ന പോലെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പർച്ചേസിങ് വിത്ത് ഇലക്ട്രോണിക് ക്യാഷ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കടയിൽ പോയി നമ്മൾ ഡിസൈഡ്സ് ടു മേക്ക് എ പർച്ചേസ്. കടയിൽ പോകണമെന്നില്ല, നമ്മളൊരു ഓൺലൈനിലാണ് കേട്ടോ. നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ ഉള്ള പേയ്മെൻ്റ് അല്ല, നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് പൈസ പകരം അടയ്ക്കണം. അപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ എമൗണ്ട്, പിൻ നമ്പറും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇതെല്ലാം അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്ത് കയറുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഈ വാലറ്റിൽ നിന്ന് ഈ ക്യാഷ് ഈ മിൻറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ ക്യാഷ് നമ്മൾ മർച്ചൻറ്റിൻ്റെ അതൊന്നെങ്കിൽ മെയിൽ വഴി അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ക്യാഷ് സെൻഡ് ചെയ്യുക. ആണ് സെക്കൻഡ് ഫേസ്.
തേർഡ് ഫേസിൽ ഈ ക്യാഷ് മർച്ചൻ്റ് റിഡീം ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഫേസിൽ മർച്ചൻറ്റിന് കാശ് ഈ ക്യാഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ മർച്ചൻറ്റിന് അയാളുടെ ബാങ്കിലെ ഫിസിക്കൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ പ്രോസസ്സിനാണ് നമ്മൾ റിഡീം ചെയ്യുക എന്ന് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ മർച്ചൻറ്റ് ഷുഡ് ബി കേപ്പബിൾ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മർച്ചൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട്, ഒരു ഡെപ്പോസിറ്റിൻ്റെ. അത് മർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പം അതിനാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മർച്ചൻ്റ് അത് സെറ്റ് ചെയ്യും. ഈ ക്യാഷ് അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് മർച്ചൻ്റ് എന്ത് ചെയ്യും, അത് മർച്ചൻ്റ് സെൻഡ് ചെയ്യും ഈ ക്യാഷ് അയാളുടെ ബാങ്കിലേക്ക്. ബാങ്ക് അതിന് പകരം ഫിസിക്കൽ എമൗണ്ട് മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഇതാണ് ഒരു ഇ ക്യാഷിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. 3 ഫേസ് ആയിട്ടാണ്. ആദ്യം നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് വാങ്ങിക്കും ബാങ്കിൻ്റെ നിന്ന്, അത് നമ്മുടെ ഇ-മീൻസ് അല്ലെങ്കിൽ ഇ വാലറ്റിൽ സൂക്ഷിക്കും. എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ക്യാഷ് എടുത്ത് കൊടുക്കും. എന്നിട്ട് നമ്മളത് ബാങ്കിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ ക്യാഷ് മർച്ചൻ്റ് ഫിസിക്കൽ ക്യാഷായിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതൊക്കെ ഓൺലൈനിൽ ഒറ്റയടിക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻ പ്രോസസ്സാണ്. ബാങ്കുകളാണ് ഇൻവോൾവ് ആയിരിക്കുക. പക്ഷേ ക്രെഡിറ്റിൻ്റെയൊക്കെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആരാ എന്താ ഏത് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ട്രേസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ് ഈ ക്യാഷ് ആയാൽ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഇനി ഈ ക്യാഷിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് നമുക്ക് അതായത് ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയോ ലൊക്കേഷനെയോ ഒന്നുമല്ല. അതൊരു വെർച്വൽ കറൻസിയാണ്. നമുക്ക് ബാങ്കിനുമായി റിലേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും എവിടെയും നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. നോൺ റീയൂസബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു 100 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, 100 രൂപ എടുത്ത് കൊടുത്താൽ നമ്മുടെ പേഴ്സിൽ നിന്ന് ഫിസിക്കൽ ക്യാഷ് പോയാൽ അത് പോയതാണ്. ഇത് കളഞ്ഞു പോവുകയാണെങ്കിൽ കളഞ്ഞു പോയി, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തു. പിന്നെ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ കിട്ടുന്ന ഒരു 100 രൂപ എന്ന് പറഞ്ഞാൽ വേറെ 100 രൂപയാണ് അല്ലേ. അപ്പോൾ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രീവിയസ് ഓണർ ആരാണ്, അതിപ്പോൾ നമ്മുടെ ഫിസിക്കൽ ക്യാഷ് ആണെങ്കിലും നമ്മുടെ കയ്യിലൊരു 100 രൂപയുടെ നോട്ട് വരുന്നു, അത് ആരുടെ കയ്യിൽ നിന്ന് വന്ന നോട്ടാണെന്നൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ? അപ്പം അവിടെ ആ നോട്ടിലൊക്കെ ചില നോട്ടിലൊക്കെ അഡ്രസ്സ്, പേര്, ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ച് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ നോട്ട് ഏറ്റവും പുതിയ രൂപത്തിൽ ആരുടെ കയ്യിൽ ആദ്യം കിട്ടി, അത് പിന്നെ എന്തിനു കൊടുത്തു, പിന്നെ എങ്ങനെ വാങ്ങി, ആരുടെ കയ്യിലേക്ക് വന്നു, ഇതൊന്നും ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ക്യാഷും. ഈ ക്യാഷ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റിയാണ്. ഈസിലി ട്രാൻസ്ഫർ ചെയ്യാമാണ്. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. ഡിവിസിബിലിറ്റി, നമുക്ക് ഈ ചില്ലറയുടെ പ്രശ്നമില്ല, ഡിവിസിബിളാണ്. നമ്മൾ പറയില്ലേ 10 രൂപയാണ്, അയ്യോ 10 രൂപ 22 രൂപയാണ്, 20 അതൊരു 30 രൂപ വന്നിട്ട് ബാക്കി തരൽ നടക്കില്ല, 22 രൂപയായിട്ട് തന്നെ തരണം അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ലേ. അപ്പം അതിനൊരു 2 രൂപ ചില്ലറ വേണ്ടി വരും, അല്ലെങ്കിൽ 25 ഒരു 5 രൂപ. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമില്ല. പലതരത്തിലുള്ള ഡിനോമിനേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഡിവൈസ് ചെയ്യാം. നമുക്ക് കറക്റ്റ് 229.28 എന്നാണെങ്കിൽ ആ രീതിയിൽ വരെ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് അങ്ങനെ പേ ചെയ്യാനായിട്ട് പറ്റും. സെക്യൂർ സ്റ്റോറേജ് ആണ്. കാരണം ഇത് വെർച്വലി മാത്രമേ ഇത്തരം ക്യാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പേഴ്സിലോ ലോക്കറിലോ അലമാരിയിലോ ഒന്ന് വെച്ച് പൂട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. കാരണം നമ്മൾ എവിടെയും ഇത് സെക്യൂർലി സ്റ്റോർഡ് നമ്മുടെ സ്മാർട്ട് കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത് സ്റ്റോർഡാണ്. അല്ലാതെ കണ്ട് നമുക്കത് ഫിസിക്കൽ കറൻസി ക്യാരി ചെയ്യണ പോലെ ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങൾ പൊതുവെ ഇതിൽ വരാറില്ല. അതൊക്കെയാണ് ഈ ക്യാഷിൻ്റെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിജി ക്യാഷ്. ആക്ച്വലി ഈ ക്യാഷും ഡിജിറ്റൽ ക്യാഷും രണ്ട് തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുക, പക്ഷേ ഇതിനെന്താ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ
ഈ ഡിജിറ്റൽ ക്യാഷ് ഒരു 1994 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പ്യുവർ ഇലക്ട്രോണിക് കറൻസിയാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂമർ ഡിജി ക്യാഷ് വാങ്ങിക്കുന്നു, എത്ര ഡിനോമിനേഷൻസിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം ഇഷ്യൂയിങ് ബാങ്കിൽ നിന്ന്. എന്നിട്ട് നമ്മൾ കൺസ്യൂമറുടെ കയ്യിലത് സ്റ്റോർഡാണ്. പക്ഷെ മറ്റേ ഈ ക്യാഷിനെക്കാട്ടിലും ഇതിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജി ക്യാഷിലെ ഓരോ കോയിനിലും ഒരു എൻക്രിപ്റ്റ് ചെയ്ത കോഡ് ചെയ്ത ഒരു നമ്പറും ഒരു സിഗ്നേച്ചറും ഉണ്ട് ഇഷ്യൂയിങ് ബാങ്കിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് അൺഓതറൈസേഷനോ ഡ്യൂപ്ലിക്കേഷനോ മിസ്യൂസോ പറ്റും. ഈ ക്യാഷ് പോലല്ല. ഈ ക്യാഷ് നമ്മൾ പ്രൊസീജിയറൊക്കെ സെയിം ആണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, നമുക്ക് കിട്ടുന്നു, അത് ക്യാഷ് ഈ വാലറ്റിൽ സൂക്ഷിക്കുന്നു, നമ്മളത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയാണ്. ചിലപ്പോൾ ഒരു കാർഡായിരിക്കും നമുക്കതിന് ഒരു സ്മാർട്ട് കാർഡ് പോലത്തെ ഒരു കാർഡ് വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ട് കൺസ്യൂമർ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളിപ്പോൾ ഈ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ചെയ്യണില്ലേ, ഈവൻ നമ്മൾ ആ ഒരു ബാർകോഡ് പോലത്തെ ഒരു സംഭവം സ്കാൻ ചെയ്ത് അയക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ക്യാഷ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയുള്ള ഡിഫറൻസ് എന്താണ് എന്ന് വെച്ചാൽ, ഇവിടെ ഡിജിറ്റൽ ക്യാഷിൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഓരോ കോയിൻസിനും ഒരു കോഡും ഒരു സിഗ്നേച്ചറും ഉണ്ടാവും. അതുകൊണ്ട് ഫ്രോഡ് കോയിൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും സെക്യൂരിറ്റി ഈ ക്യാഷിനില്ല. ഈ ക്യാഷിന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്നു, കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ആ കിട്ടുന്ന കോയിൻസിനോ ക്യാഷിനോ പ്രത്യേകതകളൊന്നുമില്ല, ഒരു ചിഹ്നമോ അടയാളമോ ഒന്നും ഇല്ല. നമ്മൾ റിസർവ് ബാങ്ക് അടിച്ചിറക്കണ നോട്ടുകളും കോയിനുകളും നമുക്കറിയാം, കള്ള നോട്ടും നോട്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന്. പക്ഷെ അത് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറിജിനൽ നോട്ടിലുള്ള പോലെ ഒരിക്കലും ഫേക്ക് ആക്കി പറ്റില്ല. എന്തോ ഒരു ഡിഫറൻസ് അതിലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ക്യാഷ് ആണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ഫേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സൈന്, എൻക്രിപ്ഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ക്യാഷിനില്ല. പക്ഷെ ഡിജിറ്റൽ ക്യാഷിന് അതുണ്ട്. അതാണ് ഡിജിറ്റൽ ക്യാഷും ഈ ക്യാഷും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു 64-bit encryption is made in each coin which makes this coin unique and false proof mechanism is possible because of this എന്നുള്ളതാണ് ഡിജി ക്യാഷിൻ്റെ ഏറ്റവും വലിയ. ഇനി ഡിജി ക്യാഷിൻ്റെ വർക്കിംഗ് ആണ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇ ക്യാഷ് ആണ്. കസ്റ്റമർ ആദ്യം ബാങ്കിന് റിക്വസ്റ്റ് ചെയ്യും, ടോക്കൺ ടു ദ ബാങ്ക് എന്നാ പറയുക. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ക്യാഷ് ഇഷ്യൂ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിന് ടോക്കൺ എന്നാണ് നമ്മൾ പറയുക. ബാങ്ക് ഇഷ്യൂ ചെയ്യും കൺസ്യൂമറിന് ടോക്കൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ്. കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ മേക്സ് ടോക്കൺ സിനോണിമസ് വിത്ത് ദ പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു ദ മർച്ചൻറ്റ്. ഈ ടോക്കൺ ആണ് ആക്ച്വലി നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. ഈ ടോക്കൺ മർച്ചൻറ്റിന് സെൻഡ് ചെയ്യുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, മർച്ചൻ്റ് അയാളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്ക് വെരിഫൈ ചെയ്തിട്ട് മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്നു. അപ്പോൾ ഇത് ഡിജിറ്റ് ക്യാഷിന് അത് ടോക്കൺ എന്ന് നമ്മൾ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കോഡ് ഉണ്ട്. നമ്മളിപ്പോൾ മരുന്ന് കടയിലോ മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ പോയാൽ അവർ ടോക്കൺ എടുത്തിട്ട് ക്യൂവിൽ നിൽക്കാൻ പറയും. ആ ടോക്കൺ നമ്പർ വരുമ്പോൾ നമ്മൾ ഇത് വരിക. അപ്പം അതുപോലെ അതിൽ എൻക്രിപ്റ്റഡ് ആണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഇന്ന ടോക്കണിൽ ഇന്ന ഇതുള്ളത് ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ. അപ്പം അനോണിമിറ്റിയും ഫോൾസ് പ്രൂഫിങ്ങും തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് ഈ ക്യാഷിൽ. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയതെന്നോ ആരിലേക്കാണിത് പോകുന്നതെന്നോ ധാരണ ഉണ്ടാവില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടി സെക്യൂർഡ് ആണ് ഡിജിറ്റൽ ക്യാഷ്. നെക്സ്റ്റ് നെറ്റ് ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമല്ല, അല്ലറ ചില്ലറ ചെറിയ ട്രാൻസാക്ഷൻസും സാധാരണ നെറ്റ് വഴി നടക്കാറുണ്ടല്ലേ. നമ്മളിപ്പോൾ ഒത്തിരി വാല്യൂഡ് ആയിട്ടുള്ള പർച്ചേസുകൾ മാത്രമൊന്നല്ലല്ലോ ഓൺലൈൻ നടത്തുന്നത്. നമ്മൾ കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ടിനുള്ള പർച്ചേസുകളും നടത്താറുണ്ട്. അങ്ങനെ ലോ വാല്യൂ എക്സ്ചേഞ്ചസിന് ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം.
നെറ്റ് ക്യാഷിൻ്റെ കൂപ്പൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമർ അതിനായിട്ട് ആദ്യം ഒരു നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിലേക്ക് നമുക്ക് നെറ്റ് ക്യാഷ് കൂപ്പൺസ് വരും. നമ്മൾ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അത്രയും രൂപയുടെ നെറ്റ് ക്യാഷ് കൂപ്പൺസ് വരും. ഓരോ കൂപ്പണിനും ഓരോ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, ഓരോ കൂപ്പണിനും ഓരോ വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ അതവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു പർച്ചേസ് നടത്തുകയാണ്. നമ്മൾ നെറ്റ് ക്യാഷ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മർച്ചൻറ്റിന് നമ്മൾ കറക്റ്റ് ഈ നെറ്റ് ക്യാഷ് കൂപ്പൺസിൻ്റെ സീരിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക, അല്ലാതെ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുക. സീരിയൽ നമ്പേഴ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ സീരിയൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓഫ് കൂപ്പൺസ് ആണ് ആക്ച്വലി ട്രാൻസ്ഫർ ആവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഡിജിറ്റൽ ക്യാഷ് പോലെ ഇലക്ട്രോണിക് ക്യാഷിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻ്റെ രൂപത്തിലൊന്നല്ല, കൂപ്പണാണ്. ആ കൂപ്പണുകൾ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങി കൂപ്പണുകൾ വാങ്ങിച്ച് ഇങ്ങനെ ആ അക്കൗണ്ടിൽ സെറ്റാക്കി, എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് പൈസ കൊടുക്കുമ്പോൾ കൂപ്പൺ അല്ല എടുത്തു കൊടുക്കുക, കൂപ്പണിൻ്റെ സീരിയൽ നമ്പറാണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ കൂപ്പണിൻ്റെ സീരിയൽ നമ്പർ ട്രാക്ക് അത് എന്താ പറയുക, ട്രേസ് ചെയ്തിട്ട് അതിന് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ അക്കൗണ്ട് നമ്പർ തെളിഞ്ഞു വരുന്ന പോലെ ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിന് ഈക്വൽ ടു എത്ര റുപ്പീസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ എൻക്രിപ്ഷൻ ഇല്ല. ഹവെവർ അതിൽ ആ ഒരു സീരിയൽ നമ്പറാണ് ആക്ച്വലി അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹവെവർ നെറ്റ് ബാങ്ക് എല്ലാ ട്രാൻസാക്ഷൻസും സ്ക്രൂട്ടിനൈസ് ചെയ്യും. കൂപ്പൺസ് ഒരു പ്രാവശ്യം യൂസ് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നോക്കാനായിട്ട് ഓരോ കൂപ്പണിൻ്റെയും വാലിഡിറ്റി ചെക്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ആ സീരിയൽ നമ്പേഴ്സാണ് എക്സ്ചേഞ്ച്. അപ്പോൾ ഒരു സീരിയൽ നമ്പർ ഉള്ള ഒറ്റൊരു കൂപ്പണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാധാരണ ലോ വാല്യൂ പർച്ചേസസിനൊക്കെ നമ്മൾ നെറ്റ് ക്യാഷാണ് ഉപയോഗിക്കുക. അതിൻ്റെ പ്രൊസീജിയർ ഫോർ നെറ്റ് ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് നോക്കാം. അപ്പോൾ കസ്റ്റമർ നെറ്റ് ക്യാഷ് ഫെസിലിറ്റി ഉള്ളൊരു നെറ്റ് ബാങ്കിങ് സംവിധാനമുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, നെറ്റ് ക്യാഷ് കൂപ്പൺസ് വാങ്ങിക്കും. പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ക്യാഷ് കൂപ്പൺ മർച്ചൻറ്റിന് അയച്ചു കൊടുക്കും അലോങ് വിത്ത് ദ ക്യാഷ് കൂപ്പൺ സീരിയൽ നമ്പർ. അത് നെറ്റ് ബാങ്ക് മർച്ചൻറ്റ് അത് നെറ്റ് ക്യാഷ് കൂപ്പൺസ് അയാളുടെ നെറ്റ് ബാങ്കിന് വെരിഫിക്കേഷനിലയക്കും, വെരിഫൈ ചെയ്യും. ബാങ്കിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സീരിയൽ നമ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ നമ്പർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും മർച്ചൻറ്റിൻ്റെ. അനോണിമിറ്റി ഉണ്ട്, നമ്മൾ ആരാ ഏതാണെന്നൊന്നും അറിയില്ല. ക്യാഷ് കൂപ്പൺസ് വന്നു അത്ര മാത്രമേ അറിയുള്ളൂ. ഉപയോഗിക്കാൻ എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷേ ലോ വാല്യൂ ട്രാൻസാക്ഷൻസിനെ പറ്റുള്ളൂ, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു ഇലക്ട്രോണിക് കോയിൻ പോലും ഉണ്ടാക്കണ്ട, പകരം ഒരു ക്യാഷ് കൂപ്പൺ അടിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഇതിന് ഇറ്റ്സ് മോർ ഇക്കണോമിക്കൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ആണ് സ്മാർട്ട് കാർഡ്. അപ്പം നമുക്കൊക്കെ പിന്നെയും ഫെമിലിയർ ആയിട്ടുള്ളത് ഈ നെറ്റ് ക്യാഷ്, ഡിജി ക്യാഷിനെക്കാട്ടിലും ഈ ക്യാഷിനെക്കാട്ടിലൊക്കെ നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു സംഭവമാണ് ഈ സ്മാർട്ട് കാർഡ് പറയുന്നത്. ATM കാർഡൊക്കെ പോലെ തന്നെ ഇറ്റ്സ് ഒരു ചിപ്പ് കാർഡാണ്. അതിലൊരു വിച്ച് ഹാസ് എൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കാർഡ് എന്നും അതിനെ പറയും, ICC എന്നുള്ളത്. അത് പോക്കറ്റിലൊക്കെ നമുക്ക് ATM കാർഡൊക്കെ പോലെ കൊണ്ടു നടക്കാവുന്ന ഒരു കാർഡാണ്. പക്ഷെ അതിലേക്ക് ഒരു ബിൽറ്റ് ഇൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ട്. അതിന് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിൽ മൈക്രോ പ്രോസസ്സർ ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ കമ്പ്യൂട്ടർ ക്യാരി ചെയ്യുന്ന ഒരു കാർഡ്, അതാണ് ആക്ച്വലി സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ കാർഡ് നമ്മൾ ഇതാണ് ശരിക്കും നമ്മളുടെ വാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന വാലറ്റ് ആക്ച്വലി സ്മാർട്ട് കാർഡാണ്. നമ്മൾ സാധാരണ ATM കൗണ്ടറിൽ പോയിട്ട് നമുക്ക് സ്മാർട്ട് കാർഡിലേക്ക് പൈസ നിറയ്ക്കാം. പിന്നെ അത് നമ്മൾ ഡിജിറ്റൽ ക്യാഷായി, എന്നിട്ട് നമ്മൾ അതിങ്ങനെ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ്. ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ഈ സ്മാർട്ട് കാർഡ് കൊടുക്കുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, പർച്ചേസ് നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ മെമ്മറിന്ന് ഇതിൻ്റെ ഈ ചിപ്പ് ഉണ്ടല്ലോ, ആ മെമ്മറി ചിപ്പിൽ നിന്ന് പൈസ ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു 4000 രൂപയ്ക്ക് സ്മാർട്ട് കാർഡ് റീചാർജ് ചെയ്ത് വെച്ചു ATM സെൻറ്ററിൽ നിന്ന് വിചാരിക്കൂ.
4000 രൂപ തീരുന്ന വരെ ഒരു 3000 ഒരു ലിമിറ്റൊക്കെ എത്തുമ്പോൾ നമുക്ക് പിന്നെ പർച്ചേസ് നടത്താൻ പറ്റാണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും ATM-ൽ കൊണ്ടുപോയിട്ട് ഇതിനെ റീചാർജ് ചെയ്യണം. അത് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഈ പ്രീപെയ്ഡ് സിസ്റ്റം ശരിക്കും സ്മാർട്ട് കാർഡാണ് അല്ലേ. നമ്മളൊരു പൈസ നിറച്ചു പേഴ്സിൽ പൈസ നിറച്ചു 4000 രൂപ നിറച്ചു വെച്ചു നമ്മുടെ പേഴ്സിൽ, 4000 രൂപ തീരുന്ന വരെ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ പേഴ്സിൽ നിറച്ചു വെക്കുന്നതിന് പകരം നമ്മൾ ഈ സ്മാർട്ട് കാർഡിൽ കാശ് ഫില്ല് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. സാധാരണ ATM കാർഡ് പോലെ തന്നെ, പക്ഷെ അതിന് പകരം അതിലൊരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് ഉണ്ടാവും. ഇപ്പം ആക്ച്വലി മിക്ക ATM കാർഡും പുതിയതായിട്ട് എടുക്കുന്ന എല്ലാ ATM കാർഡിലും ഈ സംവിധാനം ഉണ്ട് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് എന്താ പറയുക ചിപ്സ്, മൈക്രോ പ്രോസസ്സർ ചിപ്സോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഉള്ള സാധാരണ ATM കാർഡും പുതിയത് വരുന്നത്. പക്ഷെ സ്മാർട്ട് കാർഡിന് മുമ്പ് തൊട്ടേ അങ്ങനെ തന്നെയാണ്. മൈക്രോ പ്രോസസ്സർ ചിപ്പുകളുണ്ട്. ആ ചിപ്പ് ഒരു ചെറിയ കമ്പ്യൂട്ടർ പോലെയാണ്. ATM കാർഡിൽ ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് വേണ്ട എമൗണ്ട് അതിൽ ഫില്ല് ചെയ്യാം, എന്നിട്ട് അത് തിരിച്ചെടുക്കാം, എന്നിട്ട് അത് നമുക്ക് കൊണ്ട് നടക്കാം. അതിലുള്ള എമൗണ്ട് തീരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ കാർഡ് യൂസ് ചെയ്യാം. തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഫില്ല് ചെയ്യാം. മെട്രോ ട്രെയിനിലൊക്കെ കയറിയവർക്ക് അറിയാം, മെട്രോയിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഈ ഒരു സാധനം സ്വൈപ്പ് ചെയ്ത് കയറുക. ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയല്ല, നമ്മൾ ഈ ഒരു കാര്യം സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറുക. അപ്പം അതിനെയാണ് നമ്മൾ, അപ്പം ആ പൈസ അതിൽ ഡിഡക്റ്റായി. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് സ്മാർട്ട് കാർഡിൻ്റെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങളാണ്, യൂട്ടിലിറ്റിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്ത് ഒതൻറ്റിക്കേഷനോട് കൂടിയിട്ട് ATM കാർഡൊക്കെ പോലെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തട്ടിപ്പ് നടത്താനുള്ള ചാൻസസ് സ്മാർട്ട് കാർഡിൻ്റെ രൂപത്തിൽ കുറവാണ്. മെമ്മറി സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ കാർഡ് ഹോൾഡറിൻ്റെ സ്റ്റോറേജ് ഇൻഫർമേഷൻ, ഫോണ് നമ്പർ, അഡ്രസ്സ്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് സ്മാർട്ട് കാർഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിലുള്ള ലിമിറ്റിന് പുറമേക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഒരു മാക്സിമം ആ സ്മാർട്ട് കാർഡിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഡിക്രീസ് ചെയ്ത് വന്നൊരു പ്രത്യേക ബാലൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റീചാർജ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതൊരു സെക്യൂരിറ്റി ഡിവൈസ് കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴി കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈലി സെക്യൂർ ആണ്. അതർ കാർഡിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മാർട്ട് കാർഡ് മോർ സെക്യൂർ, തെഫ്റ്റൊക്കെ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമുക്കൊരു ATM കാർഡ് നഷ്ടപ്പെട്ടു പോകുന്ന പോലൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി പക്ഷേ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളെക്കാട്ടിലുമൊക്കെ സ്മാർട്ട് കാർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ്പെൻസീവാണ്. കാരണം ഒത്തിരി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ട് വേണം. ഒരു ചിപ്പിൽ ഇത്തരം സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് ആ ചിപ്പ് ഒരു കാർഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കണം. സോ ഇറ്റ്സ് മോർ കോസ്റ്റ്ലി. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്ലിയർ ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് കാർഡ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് കുറച്ച് എക്സ്പെൻസീവാണ്. അതാണ്. ഇനി സ്മാർട്ട് കാർഡ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. സ്മാർട്ട് കാർഡ് ആക്ച്വലി ലുക്സ് വെരി മച്ച് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഡെബിറ്റ് ഓർ എ ക്രെഡിറ്റ് കാർഡ് ഇൻ ഇറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. പക്ഷേ ഇൻസൈഡ് സ്മാർട്ട് കാർഡ് ഇസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ്. ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ പോലെയൊക്കെ തോന്നും കണ്ട, പക്ഷെ ഉള്ളിൽ രണ്ടും രണ്ടാണ്. ഒരു നോർമൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പീസ് ഓഫ് പ്ലാസ്റ്റിക് കാർഡാണ്. പക്ഷെ സ്മാർട്ട് കാർഡ് പ്ലാസ്റ്റിക് കാർഡാണ്, ബട്ട് ഇറ്റ് ഹാസ് എ മൈക്രോ പ്രോസസ്സർ വിച്ച് ഈസ് എംബഡഡ് ഇൻസൈഡ് ഇറ്റ് അണ്ടർ എ ഗോൾഡ് കോണ്ടാക്ട് പാഡ് ഓൺ വൺ സൈഡ് ഓഫ് ദ കാർഡ്. ഒരു കാർഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഗോൾഡ് കോണ്ടാക്ട് പാഡിൻ്റെ മേലെ ഒരു മൈക്രോ പ്രോസസ്സിനെ എംബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ടെക്നോളജി പോലെയല്ല സ്മാർട്ട് കാർഡിൽ ഇത്തരം ആ ചിപ്പിൽ ആ ഒരു മൈക്രോ പ്രോസസ്സർ ഇതിൽ ഒത്തിരി ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണ്. ഇനി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടായിട്ട് കണക്റ്റഡ് ആണ്. ആ അക്കൗണ്ടിലുള്ള പൈസക്ക് അത്രയും ആ രീതിയിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, ആ രീതിയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിന്.
പക്ഷെ സ്മാർട്ട് കാർഡ് അങ്ങനെ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് അല്ല. ആ സ്മാർട്ട് കാർഡിനൊരു ബിൽറ്റ് ഇൻ വാല്യൂ ഉണ്ട്. അത് എത്ര ക്യാഷ് ആണോ അതിൽ നിറച്ചിരിക്കണം. ഓരോ പലതരത്തിലുള്ള സ്മാർട്ട് കാർഡ് ഉണ്ട്. മാക്സിമം എമൗണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പം അങ്ങനെ മാക്സിമം ഇത്ര എമൗണ്ടിൻ്റെ മാത്രം ഇത് നടത്താൻ പറ്റുന്ന സ്മാർട്ട് കാർഡുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അത് ഉപയോഗിക്കും തോറും എമൗണ്ട് കുറയും, നമ്മൾ വീണ്ടും അത് റീചാർജ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പം അത് വെറുതെ അതിൽ ഒരു കാശും ഇല്ലെങ്കിൽ അതിന് വെറും ഒരു കാർഡിൻ്റെ ഒരു പ്ലാസ്റ്റിക് കാർഡ് പോലെ തന്നെയുള്ളൂ. പക്ഷെ വൺസ് നമ്മൾ അതിൻ്റെ മൈക്രോ പ്രോസസ്സിലേക്ക് ഇൻഫർമേഷൻ കാശ് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കാശിൻ്റെ വിലയാണ്. അപ്പോൾ ഒരു മോറോവർ ഇറ്റ്സ് ലൈക്ക് എൻ ഇലക്ട്രോണിക് വാലറ്റ് വിച്ച് ക്യാൻ ബി ക്യാരിഡ് ഫിസിക്കലി എന്നുള്ളതാണ്. സോ അതാണ് സ്മാർട്ട് കാർഡ് ആൻഡ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ തമ്മിലുള്ള